ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ചിട്ട് നമ്മളെങ്ങനെ റാഗി സേമിയ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റാഗിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മളതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വാട്ടിയിട്ട് എടുക്കാം. പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ആവണ വരെ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇട്ടിട്ട് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കും പോലെ ഒന്ന് വാട്ടിയെടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. ആ തവി വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാറിക്കോട്ടെ. ഇനി ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സേവനാഴിൻ്റെ ഏറ്റവും ചെറിയ ചില്ല് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാവ് സേവനാഴിയിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചോറ് വയ്ക്കണ പ്ലേറ്റിലും അതുപോലെ പരന്നിട്ടുള്ള പ്ലേറ്റിലൊക്കെ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ. ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല കേട്ടോ ഇത് പിഴിയാനായിട്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അത് മാത്രമല്ല നല്ല വിലയും കൊടുക്കേണ്ടി വരും. ഇതിനിപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിത് വെയിലത്ത് വെക്കുകയാണ്. 3ഉം 4ഉം പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഇതാ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ റാഗി സേമിയ വെച്ചിട്ട് ഉപ്പുമാവ്, പുട്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് റെസിപ്പീസ് കാണാൻ പറ്റും. ഞാനിത് വെച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി സേമിയ ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റാഗി സേമിയ കൊണ്ട് നമ്മളെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടിഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വെള്ളത്തിൽ നിന്ന് മാറ്റുകയാണ്. നേരിട്ട് ഞാനൊരു ഓട്ടപാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിന് പകരം ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഇടിയപ്പം വേവിക്കണ ആ ഒരു പാത്രത്തിലൊക്കെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിത് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അതും ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഉണ്ടാക്കിയ സമയത്ത് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഉപ്പുമാവിലേക്കുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സേമിയക്ക് ഉള്ള മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോളയും ഒരു ചെറിയ ക്യാരറ്റും 2 പച്ചമുളകും അരിഞ്ഞതൊന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ളത്. ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയയും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ജസ്റ്റ് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞതാണല്ലോ. ഇതിപ്പോൾ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാനൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ റാഗി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് റാഗി. അപ്പോൾ അവരെ കഴിപ്പിക്കാൻ ഈ ഒരു രീതിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.